ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഉമ്മയുടെ ഡേ ഇൻ ലൈഫാണ്. അതായത് എനിക്ക് ക്ലാസ്സുള്ള ഒരു ഡേയിലെ ഉമ്മയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മച്ചി രാവിലെ എഴുന്നേറ്റുടൻ തന്നെ വേഗം അരി അടുപ്പത്തിടും. എന്നിട്ടാണ് ഉമ്മച്ചി പിന്നെ മറ്റു പണിയിലൊക്കെ തിരിയുന്നത്. കോളേജിൽ ഉച്ചക്കത്തേക്ക് ഊണിന് തന്നു വിടുന്നത് ബീട്രൂട്ട് തോരനാട്ടോ. അപ്പോൾ അതൊക്കെ ഉമ്മച്ചി അരിഞ്ഞെടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. ഉമ്മ മുറ്റത്തുനിന്ന് കറിവേപ്പില പറിച്ചെടുക്കുകയാണ്. ഞങ്ങൾക്ക് കറിവേപ്പില വലിയ മരമുണ്ട്, പക്ഷേങ്കിൽ 3/4 ഇലയും കേടായിട്ടാണുള്ളത്. ബീട്രൂട്ട് തോരൻ അടുപ്പിലാക്കിയതിന് ശേഷം അതിനുള്ള അരപ്പ് ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ്. രാവിലെ പണിയൊക്കെ ചെയ്യുന്ന ആ നേരത്തും വെച്ച് ഒരു കട്ടൻ ചായ കൊടുക്കാറുണ്ട്, ഒരു ഗ്ലാസ്. അപ്പോൾ കട്ടൻ ചായ ഇട്ട് അത് ഒഴിച്ചെടുക്കുകയാണ്. ഇടുന്ന നേരത്തും വെച്ച് എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ട് തരാറുണ്ട് കേട്ടോ. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാനതങ്ങനെ അധികവും കുടിക്കാറില്ല, ചില ദിവസം ഞാൻ കുടിക്കും. അപ്പോൾ തോരനുള്ള അരപ്പക്കം വെച്ച് അരച്ചൊക്കെ എടുത്ത് അതിലേക്കിട്ട് മിക്സ് ചെയ്തത് റെഡിയാക്കുകയാണ്. എനിക്ക് സ്കൂൾ ടൈം മുതലേ ലഞ്ച് ബോക്സിൽ ഒരു തോരൻ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുന്നേയുള്ള ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികവും ഇലയിലാണ് ലഞ്ച് കൊണ്ടുപോകാറ്. സംടൈംസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പാത്രം കഴുകാനുള്ള വെള്ളം കാണണമെന്നില്ല. സോ സേഫ് ഇതുപോലെ പൊതിച്ചോറാണ്. അതിനിടയിൽ ഒരു മുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ അമ്മച്ചി ലഞ്ചൊക്കെ റെഡിയാക്കി കവറിലാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ അതൊക്കെ ബാഗിലാക്കി വെക്കുന്ന നേരം കൊണ്ട് ഞാൻ ഷോളൊക്കെ ചുറ്റി ഫോണൊക്കെ എടുത്ത് ബാഗുമായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അന്നേരം ഉമ്മച്ചി ഉച്ചക്കത്തേക്കുള്ള ചക്ക അവിയലിന് വേണ്ടിയിട്ട് ചക്കക്കുരു തൊലിക്കുകയായിരുന്നു. ഞാനങ്ങനെ സലാം പറഞ്ഞ് ഇറങ്ങി. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചക്ക അവിയലാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ചക്കക്കുരു എല്ലാം ഉമ്മച്ചി മുറിച്ച് വെച്ചല്ലോ. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചു. അത് വെന്ത് വന്നപ്പോൾ നമ്മുടെ ചക്ക അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. ചക്ക ഇതുപോലെ നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇടുന്നത്. ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ അതിൽ ചേർക്കാനുള്ള അരപ്പുമ്മച്ചി തയ്യാറാക്കുകയാണ്. വേറൊന്നുമില്ല, ആവശ്യത്തിന് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് വേണ്ടതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തു. ഇനി ചക്ക വെന്തോന്ന് നോക്കിയിട്ട് വെന്തെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും അത് എത്തണം. അങ്ങനെ എല്ലാം നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം.
അങ്ങനെ അത് റെഡിയായി വന്നപ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സെക്കൻഡും കൂടി ഒന്ന് തീയിൽ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി വെച്ച് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡിയായി. പിന്നെ കുറച്ച് പപ്പടം ഇരുന്നതുകൊണ്ടും വെച്ച് അതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ നിറച്ച് പപ്പടമൊന്നുമില്ല, കുറച്ച് പപ്പടം ബാക്കിയിരുന്നു. അപ്പം വെച്ച് കരുതി അതിനെയും കൂടി ഒന്ന് പൊരിച്ചിട്ടെടുക്കാമെന്ന്. അങ്ങനെ അമ്മ അതെല്ലാം പൊരിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ബീഫ് കറി വെച്ചതുണ്ടായിരുന്നു, അപ്പം അതിനെയും കൂടി ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചൺ കൂടി ക്ലീൻ ആക്കിയാൽ മതി. അങ്ങനെ വെച്ച് അകത്തെ കിച്ചൺ സ്ലാബും ഗ്യാസിൻ്റെ ടോപ്പും എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി. പുറത്ത് കിച്ചണിൽ അടുപ്പിൻ്റെ തിട്ടം വെച്ച് ചോറ് പൊരിച്ചിറക്കുമ്പോൾ തന്നെ ക്ലീനാക്കി ഇടാറുമാണ് പതിവ്. കിച്ചൺ ക്ലീനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി അകം തൂക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്. അങ്ങനെ അമ്മച്ചി പിന്നെ അകം തൂക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ വലിയ എയർ ഹോളാട്ടോ, അതുകൊണ്ട് തന്നെ എപ്പോഴും പൊടി ഇങ്ങനെ കാണും. അപ്പോൾ തൂക്കാനേ നേരമുള്ളൂ. അത് അകത്തായാലും പുറത്തായാലും ഇവിടെ തൂക്കാൻ മാത്രമേ നേരമുള്ളൂ. ഉമ്മ പിന്നെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നേരെ ടേബിൾ ക്ലീൻ ചെയ്യാനാട്ടോ പോയത്. അപ്പോൾ പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പം കുറച്ച് എൻ്റെ ബുക്സും പിന്നെ എൻ്റെ പെൻ ഹോൾഡറൊക്കെ ടേബിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് അത് കഴിഞ്ഞുടൻ തന്നെ വെച്ച് ബാത്റൂം ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഉമ്മ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാമെന്നും പറഞ്ഞു വെച്ച് തുണികളെല്ലാം കൂടി എടുത്ത് ബക്കറ്റിലിടാണ്. നിങ്ങളപ്പോൾ ആലോചിക്കണം, സത്യത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഒന്നും എടുക്കാതെയാണ് ഈ ജോലി ചെയ്യുന്നത്. അതും പറയാൻ എൻ്റെ അമ്മച്ചിക്ക് നല്ല നടുവേദനയുള്ളതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇങ്ങനെ ഓരോ ജോലികൾ ഒരു കുറച്ച് നേരം ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇരിക്കാം എന്നിട്ട് അടുത്ത ജോലിക്ക് പോകാമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഇത് കഴിഞ്ഞ് അടുത്ത ജോലി, അത് കഴിഞ്ഞ് അടുത്ത ജോലി, അങ്ങനെ ഒരു ബ്രേക്കില്ലാതെ ജോലി ചെയ്യാനാണ് എൻ്റെ അമ്മക്ക് ഇഷ്ടം. അങ്ങനെ തുണി കഴുകാമെന്നും പറഞ്ഞ ആൾ പുറത്ത് ബാത്റൂമിൽ വന്ന് ഡോറൊക്കെ തുറന്ന് സോപ്പൊക്കെ എടുത്തപ്പോഴാണ് മുറ്റം നല്ലതുപോലെ ചവറക്കായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അമ്മ കരുതിയെങ്കിൽ തൂത്തിട്ട് തുണി കഴുകാമെന്ന്. പിന്നെ അമ്മ തൂക്കാൻ വേണ്ടി ഇറങ്ങി. മുറ്റം തൂത്തതിന് ശേഷം പിന്നെ അമ്മച്ചി തുണിയെല്ലാം കഴുകി ടെറസിൻ്റെ മണ്ടയിൽ അയയിൽ കൊണ്ട് വിരിക്കാൻ വേണ്ടി പോവാണ്. മലർമുത്തായുള്ള ഭംഗി പുന്നാരപ്പൂവോരെ എന്തെങ്കിൽ തങ്ങി വല്ലാഹി എൻ്റെ മനസ്സും കലങ്ങി ഓമനയിൽ മുമ്പുള്ളോർമ്മ ഒതുങ്ങി കണ്ണീർ ചൊരിഞ്ഞു വലഞ്ഞു കരഞ്ഞിടെ ഞാനേ ഉള്ളം കലങ്കിടെ തേനേ അല്ലാഹ് റസൂലിനെ കഴിഞ്ഞെനിക്കെല്ലാത്തിലും സഹിയാണൊരു ഒരു കൈ കൊണ്ടാണ് അമ്മച്ചി ഇതെല്ലാം ചെയ്യുന്നത്, മറ്റേ കയ്യിൽ ക്യാമറയും കൂടി ഇരിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ക്ലിപ്പിൽ കാണും. മലർമുത്തായുള്ള ഭംഗി പുന്നാരപ്പൂവോരെ എന്തെങ്കിൽ തങ്ങി വല്ലാഹി എൻ്റെ മനസ്സും കലങ്ങി ഓമനയിൽ മുമ്പുള്ളോർമ്മ ഒതുങ്ങി കണ്ണീർ ചൊരിഞ്ഞു വലഞ്ഞു കരഞ്ഞിടെ ഞാനേ ഉള്ളം കലങ്കിടെ തേനേ. അങ്ങനെ അമ്മച്ചിമാരുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഫോണിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചിക്ക് പുറത്തു പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മച്ചി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങി. പോയ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഉമ്മ ഉച്ച കഴിയും മുന്നേ തന്നെ വീട് എത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയതല്ലേ, പിന്നെ ഉമ്മച്ചി കൈയും കാലൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഉച്ച നേരമായിട്ടാണല്ലോ പോയത്, നല്ല വിശപ്പുണ്ട്. പിന്നെ ചോറും നമ്മുടെ ബീട്രൂട്ട് തോരനും ചക്കാവിയലും പപ്പടവും പിന്നെ നമ്മുടെ ബീഫ് കറിയൊക്കെ കൂട്ടി ഉമ്മ ഉച്ച ഭക്ഷണം കഴിച്ചു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ചിക്കൻ കൂട്ടാറില്ല. പിന്നെ ഈ ഇടയ്ക്ക് മീനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസൊക്കെ കണ്ടതിന് ശേഷം മീനും ഇപ്പോൾ കൂട്ടാറില്ല. അപ്പോൾ പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബീഫാണ്. അപ്പോൾ ഉമ്മച്ചി ആസ്വദിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.